ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നമ്മൾ പുതിയ ഷവോമി കാർ കണ്ടതാണ്. SU7 എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ അവരിങ്ങനെ ചെറുതായിട്ടൊന്ന് പറഞ്ഞ് കാണിച്ചു തന്നായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ഷവോമി അത് ചെറിയൊരു വ്യത്യാസം വരുത്തിയിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അവരിപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം, ഇതിൻ്റെ ചാർജിങ്, അതുപോലെ ഈ വണ്ടിയുടെ പവർ ട്രെയിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ സംഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഡിസൈൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഏകദേശം ഈ ഒരു പാറ്റേണിലാണ് ഈ വണ്ടിയുടെ ഡിസൈൻ വരുന്നത്. ഫ്രണ്ട് ഡിസൈനൊക്കെ ഞാൻ ഇത് പണ്ട് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് കുറച്ചൊക്കെ മെക്ലാരൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലെയാണ് ഈ വാഹനത്തിന് തോന്നിയത്. പ്രത്യേകിച്ച് അതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം കാണാൻ കുഴപ്പമുണ്ടെന്നല്ല, വലിയ തെറ്റില്ലാത്തൊരു ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതൊരു സെഡാൻ ടൈപ്പ് ബോഡി സ്റ്റൈലിൽ വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര താഴെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഡ്രാഗ് കോഎഫിഷ്യൻ്റ് ഒക്കെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും കുറവാണ്. അതായത് 0.195 ആണ് ഈ വണ്ടിയുടെ ഡ്രാഗ് കോഎഫിഷ്യൻ്റ് വരുന്നത്. അതാണ് ഏറ്റവും ലോയസ്റ്റ് ഡ്രാഗ് കോഎഫിഷ്യൻ്റ് ഇതുവരെ ഒരു വണ്ടി ക്ലെയിം ചെയ്തിട്ടുള്ളതിൽ വെച്ച്. എന്തായാലും ഫ്രണ്ട് ഡിസൈൻ ഇതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് എയറോഡക്സും അതുപോലെ തന്നെ ഫംഗ്ഷണൽ എയർവെൻസും സംഭവങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിലൊക്കെ കാണുന്ന സാധനവും സൈഡിൽ കാണുന്ന സാധനവും എയർഡക്സും കാര്യങ്ങളെല്ലാം ഫംഗ്ഷനിലാണ്. അതൊന്നും ഫേക്കായിട്ട് അവർ ചുമ്മാ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല. പിന്നെ സൈഡിലേക്ക് വരുമ്പം നമുക്കറിയാം ഈ വണ്ടി കാണുന്ന പോലെ, ഫോട്ടോസിൽ കാണുന്ന പോലെ അത്ര ചെറിയ വണ്ടിയല്ല ഇത്. ഏകദേശം 5 മീറ്റേഴ്സിനടുത്ത് ലെങ്ത് ഉണ്ട്. അതായത് 4997 മില്ലിമീറ്റേഴ്സാണ് ഈ വണ്ടിയുടെ ലെങ്ത്ത്. അതുപോലെ 1963 മില്ലിമീറ്റേഴ്സിൻ്റെ വിട്ടും ഇതിന് വരുന്നുണ്ട്. എഗെയിൻ ഇതങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നില്ല ഇത്രയും വീതിയുള്ളൊരു വണ്ടിയാണെന്ന്. 3000 മില്ലിമീറ്റേഴ്സാണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. അതായത് ഒരു ലോങ് വീൽ ബേസ് വാഹനമാണിത്. പിന്നെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 511 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ആക്ച്വലി 105 ലിറ്റേഴ്സ് വരെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ട്രങ്ക്, അതായത് ഫ്രങ്ക് എന്ന് പറയും. നമ്മൾ ഹുഡ് തുറക്കുകയാണെങ്കിൽ സാധാരണ പെട്രോൾ വണ്ടികളൊക്കെ എഞ്ചിൻ കാണുന്ന സ്ഥലത്ത് ഇതിൻ്റെ അകത്ത് 105 ലിറ്റേഴ്സിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആയിരിക്കും. അത് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഏരിയ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞൊരു ബാക്കിലും 511 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. ബാക്കിലത്തെ ലൈറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഫുള്ളി LED ആണ്. ആൻഡ് ഇത് ഭയങ്കര സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. നമ്മളിപ്പോൾ ഏതൊരു ആംഗിളിൽ നോക്കിയാലും വളരെ സ്പോർട്ടിയാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻസും എല്ലാ കാര്യങ്ങളും. അതിപ്പോൾ ബമ്പറൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഇഷ്ടംപോലെ കട്ട്സൊക്കെ ഉണ്ട് ഈ വണ്ടിയിൽ. പിന്നെ ഇത് ഡെഫിനറ്റ്ലി ഒരു സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലാണ് വരുന്നത്. അതായത് ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ പെട്രോൾ ഡീസൽ വണ്ടികളൊന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. അതൊരു പുതിയ കാര്യമല്ല. കാരണം ഷവോമി എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക്സ് ഉണ്ടാക്കുന്ന കമ്പനി, മെയിനായിട്ട് സ്മാർട്ട് ഫോൺസ് ആണ് അവർ വിൽക്കാറുള്ളത്. എന്തായാലും അങ്ങനത്തെ ഒരു കമ്പനി ഒരു കാർ ഉണ്ടാക്കുമ്പം, അത് ഇലക്ട്രിക് കാർ ഉണ്ടാക്കുമ്പം തീർച്ചയായും അതിൻ്റെ അകത്ത് അവർ EV റെഡി ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് പെട്രോൾ ഡീസൽ വണ്ടികളെന്ന് വെച്ച് ഉണ്ടാക്കാൻ എന്തായാലും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവില്ലല്ലോ. ബൈ ദ ബൈ ഈ വണ്ടി BAIC എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയായിട്ട് കൊളാബറേഷനിലാണ്. അവരുടെ പ്രൊഡക്ഷൻ പ്ലാനിലായിരിക്കും അവരിത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനം ഫീച്ചേഴ്സിൻ്റെ ഒരു കൂമ്പാരമാണ് എന്ന് തന്നെ പറയാം. എന്തായാലും ഡാഷ്ബോർഡ് ലേഔട്ട് നോക്കുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു ലേഔട്ടാണ്. അവിടെ ഒരുപാട് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കായി എന്തൊക്കെയോ പ്രൂവ് ചെയ്യാനൊന്നും അവർ ശ്രമിച്ചിട്ടില്ല. വളരെ നോർമൽ ആയിട്ടുള്ളൊരു ഡിസൈൻ. പിന്നെ ഇഷ്ടംപോലെ സോഫ്റ്റ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതൊരു പ്രീമിയം പൊസിഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ കാണണം. അല്ലാണ്ട് ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു 10-30 ലക്ഷം രൂപയ്ക്കൊന്നും വരാൻ പോകുന്ന വണ്ടിയാണെന്ന് വിചാരിച്ച് കാണരുത്. പിന്നെ ബാക്കി ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ഒരു 16.1 ഇഞ്ച് സൈസ് വരുന്ന 3K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 3K റെസൊല്യൂഷനാണ്. അല്ലാണ്ട് നമ്മൾ ഇപ്പോഴത്തെ സ്ക്രീനൊക്കെ കാണുന്ന മിക്കവാറും 1080p ആയിരിക്കും മാക്സിമം. അത് FHD ഡിസ്പ്ലേ. അല്ലാണ്ട് 3K ഒന്നും കാണാറില്ല. എന്തായാലും അത് നന്നായി. പിന്നെ 7.1 ഇഞ്ച് സൈസ് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നല്ല രസം. ഈ വണ്ടിയിൽ 56 ഇഞ്ച് സൈസ് വരെ വരുന്ന HUD അവൈലബിൾ ആണ്. നാവിഗേഷൻ അത്രയും വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഡിസൈനൊക്കെ കൈൻഡ് ഓഫ് ഒരു പോർഷെ ഇൻസ്പയർഡ് ആയിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഡിസൈൻ സംഭവങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ. പക്ഷേ ബേസിക്കലി ഫംഗ്ഷനാണ്. നമുക്ക് അതിൻ്റെ അകത്ത് എല്ലാ കൺട്രോൾസും അതുപോലെ താഴത്തെ റോട്ടറി നോബ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് സൈഡിലായിട്ടാണ് നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബാക്കിലത്തെ സീറ്റ്സ് ഒക്കെ ആണെങ്കിലും, അതായത് നമുക്ക് ബാക്കിൽ റിയർ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം അവൈലബിൾ ആണ്. മാത്രമല്ല ഫ്രണ്ടിലത്തെ സീറ്റ്സ് വളരെ സ്പോർട്ടി ആയിട്ടുള്ള സീറ്റ്സ് ആണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് മൊത്തത്തിലൊരു സ്പോർട്ടി ക്യാരക്ടറുള്ള വണ്ടി ആയതുകൊണ്ട് അതൊക്കെ അവർ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ സ്ക്രീൻസ് ഒക്കെ നമ്മുടെ ഷവോമിയുടെ ഹൈപ്പർ OSലാണ് റൺ ചെയ്യുന്നത്. മാത്രമല്ല ഇത് പവർ ചെയ്യുന്നത് ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 8695 എന്ന് പറയുന്നൊരു പ്രോസസ്സറാണ്. സോ എന്തായാലും അക്കാര്യത്തിലും നമുക്ക് പ്രത്യേകിച്ചൊന്നും പേടിക്കാനില്ല. പിന്നെ ഈ ഇൻഫോടൈം സിസ്റ്റത്തിലും പിന്നെ കണക്റ്റഡ് കാർട്ടൊക്കെ എല്ലാ സംഭവങ്ങളും കൂടെ ആയിട്ട് ഒരുപാട് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അതിപ്പോൾ ആപ്സ് ആയിട്ടാണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതായത് ഇങ്ങനത്തെ ഒരു കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് ആ വക എല്ലാ സംവിധാനങ്ങളും ഈ ഒരു വാഹനത്തിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റാണ്. മൊത്തത്തിൽ ഈ വണ്ടിയുടെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ
വളരെ നീറ്റാണ്, അതാണ് വേറൊരു കാര്യമുള്ളത്. പിന്നെ ഈ വാഹനത്തിൽ ഷവോമി പൈലറ്റ് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓട്ടോ പൈലറ്റ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി 11 HD ക്യാമറാസും 12 അൾട്രാസോണിക് സെൻസേഴ്സും അതുപോലെ ഒരു ലൈഡാർ എന്നുള്ള ഇൻപുട്ടും 3 mm വേവ് ഇൻപുട്ടും അങ്ങനെ സാധനങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയാം. സോ അവിടെ അതായി. ഇനി നമുക്കിതിൻ്റെ ബാക്കി ആസ്പെക്ട്സ്, അതായത് ഇതിൻ്റെ പവർ, എന്തൊക്കെയാണ് ബാറ്ററി കൺഫിഗറേഷൻ എന്നൊക്കെ നോക്കാം. സോ ഈ വണ്ടി ബേസിക്കലി 3 ട്രിം ലെവൽസിലാണ് വരുന്നത്. SU7, SU7 Pro, SU7 Max. ഇതിൽ 3 ട്രിം ലെവൽസിൽ റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ SU7 Maxലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഓൾ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷനും അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് അവർ 3 മോട്ടോഴ്സാണ് ബേസിക്കലി കൊടുത്തിരിക്കുന്നത്. അതിലൊരു മോട്ടർ ഇപ്പോൾ വന്നിട്ടില്ല. നമ്മൾ ഈ എഞ്ചിൻ്റെയൊക്കെ പേര് പറയുന്ന പോലെയാണ് V6, V6S, V8S ഇങ്ങനത്തെ 3 മോട്ടോർ കൺഫിഗറേഷൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. പക്ഷേ താൽക്കാലികമായി ഇതിൻ്റെ അകത്ത് V6ഉം V6Sഉം മാത്രമേ വന്നിട്ടുള്ളൂ. V8S 2025 ആകുമ്പോഴേക്കും അവർ പുറത്തിറക്കുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം അത് 27,500 RPM സ്പിൻ ചെയ്യുന്നൊരു മോട്ടറാണ്. ഈ പറയുന്ന V6S 21,000 RPM അടുത്താണ് സ്പിൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബേസിക് കൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ, അതായത് SU7 എന്ന് പറയുന്ന മോഡലിൽ നമുക്ക് ഒരു 73.6 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. അതിന് 295 PS പവറും അതുപോലെ 400 Nm ടോർക്കുമാണ് ഉള്ളത്. ക്ലെയിംഡ് റേഞ്ചും ഏകദേശം 665 km അടുത്താണ് വരുന്നത്. ഇതൊക്കെ CLTC ക്ലെയിംഡ് ഫിഗേഴ്സ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ അതൊരു ചൈനീസ് ഓർഗനൈസേഷനാണ്. നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ ARAയും പുറത്തെ WLTP ഒക്കെ ഉള്ള പോലെ 5.28 സെക്കൻഡ്സിൽ ഈ വാഹനം 0 to 100 എത്തും. അതുകൊണ്ട് ഒരു രീതിയിലും ഇത് സ്ലോ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലാണ് വരുന്നത്. 210 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മാക്സിമം കൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത് 101 kWh ബാറ്ററി പാക്കാണ്. ഒരു രീതിയിലും ഇത് സ്ലോ അല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് അവർ V6S എന്ന് പറയുന്ന മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെ 664 PS പവറും 838 Nm ടോർക്കുമാണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. 2.78 സെക്കൻഡ്സിൽ ഈ വാഹനം 0 to 100 എത്തും. അത് തന്നെ വളരെ ഫാസ്റ്റാണ്. പോർഷെ ടൈക്കാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലും ഫാസ്റ്റാണ്. 2.95 സെക്കൻഡ്സ് ആണ് ടൈക്കാൻ്റെ 0 to 100 ടൈമിംഗ് വരുന്നത്. പിന്നെ ഇതിൻ്റെ 0 to 200 ടൈമിങ് വെറും 10.67 സെക്കൻഡ്സ് ആണ്. നമ്മുടെ ഇവിടുത്തെയൊക്കെ ഒരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനം ഇത്രയും സമയം കൊണ്ട് 0 to 100 ആണ് എത്തുന്നത്. പക്ഷേ ഈ വണ്ടി നേരെ 0 to 200 ആണ് എത്തുന്നത്. ഇനി ഈ വണ്ടിയുടെയും CLTC ക്ലെയിംഡ് റേഞ്ച് 800 km ആണ്. അത്രയും വരെ ഒരു ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ 800 km ഒക്കെ ക്ലെയിംഡ് വരുമ്പോൾ എങ്ങനെയായാലും ഒരു 10-650 km എങ്കിലും ഈ വണ്ടി ഓടാണ്ടിരിക്കില്ല. പിന്നെ ഇത്രയും വലിയ സൈസുള്ള ബാറ്ററി പാക്കുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് സ്കേറ്റ് ബോഡി ആർക്കിടെക്ചർ ആയതിൻ്റെ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എയറോഡൈനാമിക്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ട്രാക്ക് കോഎഫിഷ്യൻ്റ് ഒക്കെ. ഇതൊക്കെ റേഞ്ച് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംവിധാനമാണ്. പിന്നെ 265 km/h ആണ് ഇതിൻ്റെ SU7 Maxൻ്റെ മാക്സിമം ടോപ്പ് സ്പീഡ് വരുന്നത്. സോ ഇതാണ് ഷവോമിയുടെ പുതിയ ഇലക്ട്രിക് കാർ. ബൈ ദ ബൈ ഇതിപ്പോൾ 800 km വരെ മാക്സിമം റേഞ്ച് ഉള്ളൂ, അങ്ങനെയാണല്ലോ. പക്ഷേ ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോം 150 kWh ബാറ്ററി പാക്ക് വരെ സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ തിയററ്റിക്കലി വേണമെങ്കിൽ ഈ വാഹനത്തിന് 1200 km വരെയുള്ള ക്ലെയിംഡ് റേഞ്ച് അത്രയും വെക്കാൻ പറ്റും. പക്ഷേ അതിപ്പോൾ അവരെ ബാറ്ററി കൺഫിഗറേഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് കൊടുത്തുകൂടായിരിക്കുന്നില്ല. പിന്നെ ഈ വാഹനം 400 volts ആർക്കിടെക്ചറിൽ റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷവോമി ക്ലെയിം ചെയ്യുന്ന ഈ വാഹനത്തിന് 5 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ 220 km സഞ്ചരിക്കാനുള്ള അത്ര ചാർജ് ഉണ്ടാവും. 10 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ 390 km സഞ്ചരിക്കാനുള്ള ചാർജ് ഉണ്ടാവും. 15 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 510 km സഞ്ചരിക്കാനുള്ള മാക്സിമം റേഞ്ച് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്ന്. സോ അതെന്തായാലും വളരെ നല്ല ക്ലെയിംഡ് ഫിഗേഴ്സ് തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ചാർജിങ്ങിൻ്റെ ടൈം ആണല്ലോ. അതൊക്കെ ഇതിനകത്ത് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇന്ത്യയിൽ വരുമ്പോൾ അത്രയൊന്നും കിട്ടില്ല കേട്ടോ. കാരണം 150 kWh ചാർജറൊക്കെ വേണം. അതൊന്നും നമുക്ക് ഇവിടെ എല്ലാ സ്ഥലത്തൊന്നും ഇല്ല. ആകെ കിയ മാത്രം ഒരു സ്ഥലത്തുനിന്നാണ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയും കണ്ടുള്ളൂ. എന്തായാലും ഗൈസ്, ഇതാണ് പുതിയ ഷവോമി SU7 വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.